കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ അവസാനം കണ്ടത് കാർത്തികയും പ്രകാശനും കൂടി വിക്രത്തിനെ കാണാനായിട്ട് ജയിലിലേക്ക് ചെല്ലുന്നുണ്ട്. പ്രകാശം ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പ്രകാശം സ്വപ്നത്തിൽ പോലും കരുതിയിരുന്ന കാര്യമല്ല കാർത്തിക സഹായിക്കാൻ വരുമെന്നൊക്കെയുള്ള. പിന്നീട് കാർത്തിക വിക്രത്തിനെ കണ്ടും പറഞ്ഞു നാളെ ഉറപ്പായിട്ടും വിക്രം ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. ഇനിയിപ്പോ റിമാൻഡ് കാലാവധി കഴിയില്ലേ, ആരൊക്കെ തടഞ്ഞാലും ശരി ധൈര്യമായിട്ടിരിക്കുക അച്ഛാ, മോനെ എന്താണെങ്കിലും ഞാൻ പുറത്തിറക്കുമെന്ന് പറയാണ്. ഇത് കേട്ടതും പ്രകാശന് ഭയങ്കര സന്തോഷമായി. കാരണം പ്രകാശന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ലല്ലോ. ഒത്തിരി നന്ദിയുണ്ട് മോളെ, എനിക്കിനി മരിച്ചാലും കുഴപ്പമില്ലെന്ന് പറയും. അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുത്. ഒരു പക്ഷേങ്കിൽ എനിക്കൊരു ആങ്ങളെ ഉണ്ടെങ്കിൽ എൻ്റെ ആങ്ങളയ്ക്ക് എങ്ങനെ അവസ്ഥ വരുന്നെങ്കിൽ ഞാൻ രക്ഷിക്കൂലേ, അപ്പം ഞാൻ അത്രേ കരുതിയിട്ടുള്ളതെന്ന് പറയാം. എന്നാ ശരി, നിങ്ങൾ സംസാരിക്കുക, ഞാൻ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് കാർത്തി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം പ്രകാശം പറഞ്ഞു, കേട്ടോടാ നല്ല മോളാ, എന്നെ അച്ഛാന്നൊക്കെയാ വിളിക്കണേന്ന് പറയാം. അവൾ ഉറപ്പായിട്ടും നാളെ നിന്നെ പുറത്തിറക്കുമെന്ന് പറയാം. ഇതൊക്കെ പ്രതീക്ഷിക്കാവോ അച്ഛാ, ഞാനല്ലേ പറയുന്നേ, അവള് ഭയങ്കര കോടീശ്വരിയാടാ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല. നിന്നെ ഞാൻ രാജകുമാരനെ പോലെ കൊണ്ടുവരും. നിന്റെ മുത്തശ്ശി എപ്പോഴും പറയാറില്ലേ നിനക്ക് രാജയോഗം എന്ന് ജോലിസിൽ പറയാറുള്ളത്. അപ്പൊ അതുപോലെ തന്നെയാ നിനക്ക് രാജയോഗ ഇനി വരാൻ പോകുന്നുള്ളൂ. നിന്റെ കഷ്ടകാലമൊക്കെ മാറാൻ പോവാടാ. ഇനി നമ്മൾ കണ്ടോ നല്ല രീതിയിൽ തന്നെ ജീവിക്കും. ആ കല്യാണിയുടെയും കിരണിന്റെയും ആ സോണിയുടെ ഒക്കെ മുന്നിൽ നിന്നെ ഒരു രാജകുമാരനെ പോലെ ഞാൻ കൊണ്ടു നടക്കും. പക്ഷെ അതിൻ്റെ കാര്യമുണ്ട്, നീ ഈ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴെങ്കിലും നല്ല രീതിയിൽ പണ്ടത്തെ പോലെ മോഷണ ശ്രമത്തിനൊന്നും പോകാതെ ജീവിക്കണം. എങ്കിൽ മാത്രമേ ഇനിയിപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അല്ല അച്ഛൻ എന്തായി പറയണേ? എടാ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന അവളുടെ വീട്ടിലാ, നീ വന്നാലും അവിടെ ആയിരിക്കും താമസിക്കുന്നത്. പിന്നെ അറിയാലോ എൻ്റെ മനസ്സിൽ ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക, പിന്നെ പേടിക്കാനൊന്നുമില്ല. നാളെ ഇന്നൊരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ, നാളെ നീ പുറത്തിറങ്ങൂല. പിന്നെ എന്താ വേണ്ടതെന്ന് ഈ അച്ഛൻ പറഞ്ഞുതരാം, അറിയാലോ. ശരി അച്ഛാന്ന് പറയണേ. പിന്നെ പ്രകാശൻ അങ്ങ് പോവാണ്. ഈ സമയം വിക്രം മനസ്സിൽ പറഞ്ഞു, ഇന്നൊരു ദിവസം കൂടെ ഉള്ളൂ, നാളെ താൻ പുറത്തിറങ്ങും. നാളെ തൊട്ടാണ് തൻ്റെ കളി തുടങ്ങാൻ പോകുന്നത്. കല്യാണി പുറത്തിറങ്ങി കഴിയുമ്പോൾ കല്യാണി, സോണി അങ്ങനെ 1-2 പേരെ താൻ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്കൊട്ടൊക്കെ ഒരു നല്ലൊരു പണി തന്നെ കൊടുക്കണം. ചെറിയ പണിയല്ല, നല്ല പണി തന്നെ കൊടുക്കണം. ഈ സമയത്ത് പുറത്തേക്ക് വന്ന പ്രകാശൻ കാർത്തിയോട് പറഞ്ഞു, അല്ല മോള് നിന്ന് മുഷിഞ്ഞോന്ന് ചോദിക്കോ? ഇല്ലച്ചാ, അല്ല ഞാൻ അവനോട് സംസാരിക്കുമായിരുന്നേ, വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ അവസരം കിട്ടുന്നേ. ഇത്രയും ദിവസം എനിക്ക് അവനെ കാണാൻ വരാൻ പോലും സങ്കടമായിരുന്നു. കാരണം അവന്റെ മുഖത്ത് നോക്കിയിട്ട് തിരികെ പോകുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമാണ്. പക്ഷെ നാളെ അങ്ങനെയല്ല, നാളെ അവന് ഉറപ്പായിട്ടും ജയിലിൽ നിന്ന് ഇറങ്ങുമല്ലോ അല്ലേ മോളെന്ന് ചോദിക്കാം. ഇറങ്ങുക വെച്ചാൽ അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ വക്കീലിനെ കുറിച്ച്, വക്കീൽ വായിച്ച് വിക്രത്തിനും ജയിലിൽ നിന്ന് ഇറക്കുമെന്ന് പറയണം. ഒത്തിരി നന്ദിയുണ്ട് മോളെ, ഈ നന്ദിയും കടപ്പാടും എങ്ങനെ വീട്ടണമെന്ന് എനിക്കറിയില്ല. അതൊന്നും കുഴപ്പമില്ല അച്ഛാ, അച്ഛനെ ഞാൻ സ്വന്തം അച്ഛനായിട്ടല്ലേ കരുതുന്നേ. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ വേദനകളും എൻ്റെ വേദനകളും കൂടെ അല്ലേ. അതുകൊണ്ട് അച്ഛൻ ധൈര്യമായിട്ടിരിക്കാൻ പറയണം. അതെ ഒരു കാര്യം ചെയ്യാം, അച്ഛനെ ഞാൻ അവിടെ കൊണ്ടുവിട്ടിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയാം. എവിടെയാ മോളെ? ഞാൻ വരാമെന്ന് പറയണം. വേണ്ടച്ചാ, ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറയാം. അങ്ങനെ നേരെ പ്രകാശനെ അവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് കാർത്തിക പോവാണ്. ഈ സമയം പ്രകാശം ഭയങ്കര സന്തോഷത്തിലാ. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ഭാനുമതിയും പറഞ്ഞു, എന്താടാ നിന്റെ മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ? ഒന്നും പറയണ്ടമ്മേ, ഞങ്ങൾ വിക്രത്തിനെ പോയി കണ്ടായിരുന്നു പറയാം. ഞങ്ങളോ? അതാരാ? ഞാനും കാർത്തികമോളും കൂടെ. എന്നിട്ടോ? അവനെ ജയിലിൽ നിന്ന് ഇറക്കുന്ന കാര്യങ്ങളൊക്കെ നാളെ മോള് ചെയ്തോളന്ന്. സത്യമാണോടെ കേൾക്കണേ? ആണോന്നോ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല മോള്, ഭയങ്കര സ്നേഹമാ. അമ്മ പറഞ്ഞൊക്കെ ശരി തന്നെയാ. എൻ്റെ മോനുണ്ടല്ലോ വിക്രത്തിന്, അവന് രാജയോഗ വരാൻ പോന്നേ. ഈ സമയം മുത്തശ്ശി അതൊക്കെ ശരി തന്നെയാ, പക്ഷെങ്കിലും അവന്റെ സ്വഭാവം അവൻ ഇറങ്ങിക്കഴിയുമ്പോൾ പഴയ തരികിടപ്പണി തന്നെ ചെയ്യുവാടാ. അതൊന്നും ഇല്ലെന്നേ, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അമ്മ ധൈര്യമായിട്ടിരിക്കുക, ഇനിയാണ് നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ പോകുന്നത്. എന്നിട്ട് വേണം മറ്റേ അവറ്റകളുടെ മുന്നിൽ പോയിന്നിട്ട്, ആ കിരണിന്റെ കല്യാണിന്റെ മുന്നിൽ പോയിന്നിട്ട് ഒരു വിലസാനായിട്ട്. അതിനുള്ള വഴിയാണ് നമുക്ക് തെളിഞ്ഞു തന്നിരിക്കുന്നത് പറയുകയാണ് ദൈവം. ഇത് കേട്ടതും ഭാനുമതി ശരിയാ, ദൈവം ഇങ്ങനെയുള്ള വഴി കാണിച്ചു തന്നപ്പം നമ്മൾ ഇനി ഇതേ പിടിച്ച് കയറണം മോനെ പ്രകാശ. ഒരു കാരണവശാലും നമ്മൾ ആരുടെ മുന്നിൽ തനുകുലിക്കില്ലെന്ന് പറയണം. അങ്ങനെ അവര് ചില മനക്കോട്ടകളൊക്കെ കെട്ടുവാണ്. ഈ സമയം കാർത്തിക നേരെ പോയത് കല്യാണിയുടെയും കിരണിന്റെ അടുത്തേക്കായിരുന്നു. അങ്ങനെ കാർത്തിക നേരെ കഴിഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പുറത്തെ വീട്ടില് ജനലിൽ കൂടെ ആ ഒരു കാഴ്ച കൊണ്ട് ഒരാളും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. മനോഹർ നോക്കിയപ്പോൾ ആഹാ നല്ല അടിപൊളി വണ്ടി, നല്ലൊരു സുന്ദരി വന്നിറങ്ങുന്നു. ഇതേതാ ഈ പെൺകൊച്ച്? താൻ ഇതിനായിട്ടും കണ്ടിട്ടില്ലോ? കല്യാണിന്റെ കിരണേ ആരും ബന്ധുക്കാരാണ്. അങ്ങനെ വരാൻ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ താനും കൂടെ അറിയേണ്ടതാണല്ലോ. പിന്നെ ഏതായി മുതല്? കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. എന്താണല്ലോ ഒന്ന് കൊത്തി നോക്കണം, വീഴുവാണെങ്കിലോ. എന്ത് പറയാനാ, നിഷേനെ സെറ്റാക്കി പോയി. പക്ഷെ ഇവള് വല്ല കോടീശ്വരിയാന്ന് തോന്നേ, നടപ്പും മട്ടും ഭാവമൊക്കെ കണ്ടിട്ട്. എന്താണെങ്കിലും അവളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്യാൻ തന്നെ മനോഹർ തീരുമാനിക്കുക. ഈ സമയത്ത് പോയി കോളിംഗ് ബെല്ല് അടിച്ചു കാർത്തിക.
അങ്ങനെ കല്യാണി വന്ന് കഥവ് തുറക്കുകയാണ്. കാർത്തികനെ കണ്ടത് ഭയങ്കര സന്തോഷമായി. ആഹാ, ഇത് സർപ്രൈസ് വിസിറ്റ് ആണല്ലോ, കയറി വരാൻ പറയണേ. അങ്ങനെ കാർത്തികനെ അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പോവാ. ഈ സമയം ദീപ ഇറങ്ങുന്നു. ആരാ മോളെ ഇത്? ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ, കാർത്തിക മാഡം. ഓ, മനസ്സിലായി മനസ്സിലായി. അല്ല, ഇതാരാ? ഇതെന്റെ അമ്മയാ, ദീപ എന്ന് പറയണ. ഓ, ശരി ശരി. പിന്നീട് കിരണും കൂടെ അങ്ങോട്ട് വന്നു. കാർത്തികനെ കണ്ടപ്പോൾ പറഞ്ഞു, ഓ കൊള്ളാലോ. അല്ല, തന്നെയാണോ വന്നേന്ന് ചോദിക്കണം. അല്ല, ഞാൻ തന്നെയാ വന്നേ. അല്ല, ഡ്രൈവറിനൊന്ന് പറഞ്ഞിട്ടോ? ഡ്രൈവറെ ഞാൻ കൊണ്ടുവന്നില്ല എന്ന് പറയാം. ഞാൻ തന്നെ ഇവിടം വരെയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ പോന്ന് പറയാം. വാ ഇരിക്ക്. പിന്നെ ദീപ പറഞ്ഞു, ഞാൻ ചായ എടുക്കാന്ന് പറയണേ. ചായ ഒന്നും വേണ്ട അമ്മയെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്നതല്ലേ, ആദ്യം ചായ കുടിക്കുക, എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് പതുക്കെ പോയാൽ മതി എന്ന് പറയാം. അതെന്താ അങ്ങനെ? അല്ല, ഞങ്ങളുടെ ഒരു കസ്റ്റമർ കൂടിയല്ലേ ഇപ്പൊ കാർത്തിക. ഓ അങ്ങനെ. പിന്നീട് അവർ ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം കല്യാണി അടിച്ചു. അല്ല, കല്യാണിയുടെ അച്ഛൻ മരിച്ചുപോയെന്നല്ലേ പറഞ്ഞ. അപ്പൊ നേരത്തെ കാദംബരി പറഞ്ഞിരിക്കുന്നത് മരിച്ചുപോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കാർത്തികയ്ക്ക് അറിയാം പ്രകാശനാന്നുള്ള കാര്യമൊക്കെ. ഈ സമയത്ത് ദീപ ചായയും കൊണ്ട് അങ്ങോട്ട് വരുന്നേ. ദീപയുടെ മുഖം പെട്ടെന്ന് അങ്ങോട്ട് മാറി. ദീപ പറഞ്ഞു, അങ്ങേര് മരിച്ചിട്ടൊന്നുമില്ല മോളെ, അങ്ങേര് ജീവിച്ചിരിപ്പണെന്ന് പറയാണ്. ജീവിച്ചിരിപ്പുണ്ടോ? എന്നിട്ട് കാദംബരി അങ്ങനെയല്ലോ പറഞ്ഞു. എങ്ങനെ പറയാതിരിക്കും മോളെ, അയാളെക്കുറിച്ച് പറയാൻ തന്നെ എനിക്ക് അറപ്പും വെറുപ്പാ. കാരണം അങ്ങനത്തെ ഒരു ദുഷ്ടനാ അയാള്. അയാള് മാത്രമല്ല, ഇവർക്ക് എല്ലാവർക്കും ഒരു ആങ്ങളെയും കൂടെ ഉണ്ട്. അവനും ദുഷ്ടത്തരങ്ങൾ തന്നെ കാണിക്കത്തുള്ളൂ. ഇപ്പൊ ജയിലിലാന്ന് പറയാം. പെട്ടെന്ന് കാർത്തി പറഞ്ഞു, എനിക്കൊന്നും അറിയില്ലായിരുന്നു കേട്ടോ, സോറി കിട്ടോ എന്ന് പറയണം. അതെ, ചായ കുടിച്ചു കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കാന്ന് പറയാണ്. ഇപ്പോഴേ വേണോ? കഴിക്കാം, എന്നാ കഴിച്ചോണ്ട് സംസാരിക്കാലോ എന്ന് പറയാം. അങ്ങനെ ദീപ എല്ലാവർക്കും ഫുഡൊക്കെ എടുക്കുകയാണ്. അങ്ങനെ അവർ കഴിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് കമ്പനിയെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്, ഫുഡ് പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ. പിന്നീട് കാർത്തിക ചെന്നൈയിലുള്ള കമ്പനിയെ കുറിച്ചൊക്കെ പറയണം. ഈ സമയം അല്ല, അമ്മ ഇങ്ങോട്ട് വന്ന് നിൽക്കാറില്ലെന്ന് ചോദിക്കും. അമ്മേനെ കൊണ്ടുവരണം, ഞാൻ പറഞ്ഞല്ലോ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു വീട് വെക്കണം. വീട് വെച്ചതിന് ശേഷം അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് ഓർത്താ ഞാൻ ഇരിക്കുന്നത്. അമ്മ കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണേലും റിസോർട്ടിലൊക്കെ താമസിച്ചേ. അതെന്താ അങ്ങനെ? അല്ല, അമ്മയ്ക്ക് പെട്ടെന്ന് പോണായിരുന്നു, പിന്നെ ഞാൻ എൻ്റെ കൂടെ നിർത്തിയില്ല. അമ്മയ്ക്ക് അവിടെ ഇച്ചിരി തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായി. ഓ അങ്ങനെ. പക്ഷേ എങ്കിൽ പ്രകാശൻ അവിടെ ഉള്ളതുകൊണ്ടാണ് അവിടെ നിർത്താത്തതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നേ. ഈ സമയം കിരൺ പറഞ്ഞു, അതെ, ബിൽഡിങ്ങിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ, അത് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പണിയും. ഏറ്റവും ലാഭം കുറച്ച് രീതിയിലായിരിക്കും പണിയണേന്ന് പറയാം. അല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാം. അങ്ങനെയല്ല, ഇപ്പൊ കാർത്തിക ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമർ ആയില്ലേ. അപ്പൊ സാധാരണ രീതി എല്ലാവരും നല്ല ലാഭത്തിന് വേണ്ടിയിട്ട് തന്നെയാ ഏത് ബിസിനസ് ചെയ്താലും ലാഭത്തിന് വേണ്ടിയല്ലേ എല്ലാവരും ചെയ്യുന്നത്. പക്ഷേങ്കിൽ കാർത്തികയുടെ കാര്യം ആയതുകൊണ്ട് ഞങ്ങൾ അധികം ലാഭമൊന്നും നോക്കുന്നില്ല, നല്ല രീതിയിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പണി ചെയ്ത് തരുമെന്ന് പറയാം. ഈ സമയം കാർത്തിക പറഞ്ഞു, നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്, കാരണം ഞാൻ കുറെ കേട്ടിട്ടുണ്ട് RS കൺസ്ട്രക്ഷനെ കുറിച്ചൊക്കെ. നല്ല കമ്പനിയാണ്, കൃത്യസമയത്തിനുള്ളിൽ ചെയ്തു തരും, അധികം പൈസയൊന്നും ആകത്തില്ല എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താ ഞാൻ ഇന്റീരിയർ ഡിസൈൻ തന്നെ ഏൽപ്പിച്ചത്. പക്ഷെ അത് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താ? പെട്ടെന്ന് കല്യാണം കഴിച്ചു. നല്ല സൂപ്പർ ഡിസൈനിങ്, അത് മാത്രമല്ല എല്ലാ കാര്യത്തിലും നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായി. പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ, പറഞ്ഞതിനും കൂടെ കുറവ് എമൗണ്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നില്ലേ. പിന്നെ അങ്ങനെയുള്ള നിങ്ങളെ പിന്നെ ആൾക്കാർ വീണ്ടും വീണ്ടും വന്ന് ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കത്തല്ലേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഈ കൺസ്ട്രക്ഷൻ കമ്പനി ഇത്ര വലുതായിക്കൊണ്ടിരിക്കണേന്ന് പറയാം. ഇതിന്റെ ഗുട്ടൻസ് ഇപ്പോഴല്ലേ മനസ്സിലായെന്ന്. ഇത് കേട്ടപ്പം കല്യാണം മതി, അധികം ഒന്നും അങ്ങോട്ട് പൊക്കണ്ട കേട്ടോ എന്ന് പറയണം. പിന്നീട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്, വീട്ടുകാരെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പം കാർത്തിക് പിന്നെ പറയുന്നുണ്ട്, തന്റെ അച്ഛൻ മരിച്ചുപോയി അങ്ങനെയൊക്കെ പറയണം. കാരണം കാർത്തിക് വേറൊന്നും പറയാൻ പറ്റില്ല. ഒരു പക്ഷേ പ്രകാശന തന്റെ അച്ഛനെന്ന് ഇപ്പോഴും അറിയണ്ട, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ലെന്ന് കാർത്തിക് മനസ്സിലായി. ഈ സമയം കിരൺ പറഞ്ഞു, അതെ, കാർത്തികനെ കണ്ടതിന് ശേഷം കല്യാണി ഇവിടെ വന്നതിന് ശേഷം എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, കാർത്തികനെ കാണുമ്പോൾ തൊട്ട് മുമ്പ് എങ്ങോ ഒരു പരിചയമുള്ള പോലെ ഒരു തോന്നലുണ്ടെന്ന്. അതെന്താന്ന് അവൾക്കും അറിയില്ല എന്ന് പറയാണ്. ഈ സമയം കാർത്തിക് പറഞ്ഞു, അത് ശരിയാ, കാരണം മുമ്പുള്ള പരിചയമല്ല, ചേട്ടത്തി അനിയത്തിയല്ലേ, അപ്പൊ ഒരു ബന്ധം, രക്തത്തെ തിരിച്ചറിയുന്ന അത്. പക്ഷെ അത് പറയാൻ പറ്റില്ലല്ലോ. കാർത്തിക് പറഞ്ഞു, ഒരു പക്ഷെ എന്നെ പോലെ വേറെ ആരെങ്കിലും കല്യാണം കണ്ടിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. ഈ സമയം കിരൺ പറഞ്ഞു, അത് ശരിയാ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് പറയാണ്. പിന്നീട് എന്നാ ശരി, നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ആകപ്പാടെ കട്ടക്കലിപ്പിലായിരുന്നു ശാരിക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രാഹുലിനെ വലിച്ചു കയറാനുള്ള ദേഷ്യം വരുന്നുണ്ട്. ഇയാളെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. നേരെ ചെല്ലുവാണ് രാഹുലിന്റെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, ഇന്ന് താൻ എന്റെ മരുമോനെ തല്ലാൻ തുടങ്ങിയല്ലേന്ന് ചോദിക്കുകയാണ്. സറിയ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മരുമോന്റെ ദേഹത്തെങ്ങാനും ഒരു തരി മണ്ണെങ്ങാനും വാരി ഇട്ടാണ്ടല്ലോ, താങ്കളെ ഞാൻ വെട്ടി കുഴിച്ചു മൂടുന്ന് പറയണം. ഷാരി, നിനക്ക് എന്ത് പറ്റി? നീ ഇതെന്താ പറയണേന്ന് ചോദിക്കുകയാണ്. തന്നോട് ഇങ്ങനെയല്ലാതെ വേറെ എങ്ങനെയോട് ഞാൻ പറയണ്ടേ? ഞങ്ങളുടെ ഏക ആശ്രയം ഇപ്പൊ അവ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ജീവിതത്തില്. തന്നെ ഞങ്ങൾ ഉപേക്ഷിച്ച മട്ടാ. തന്നെ ഇപ്പം ഞങ്ങളെ പോറ്റുമെന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പില്ല. അധികം വൈകാതെ തന്നെ ഞാനും എൻ്റെ മോളും കൂടെ അമേരിക്കയിലേക്ക് പോകും. പിന്നെ താനിവിടെ ജീവിക്കോ മരിക്കോ എന്ത് ചെയ്താലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പിന്നെ അറിയാലോ,
ഓരോ ദിവസം ഇതുപോലെ ഓരോ പണികളൊക്കെ ഉണ്ടാക്കി എൻ്റെ സമനില തെറ്റിക്കാൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറയാണ് രാഹുലിനോട്. രാഹുൽ പറഞ്ഞു, ശരി ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് ഭ്രാന്തൊന്നുമില്ല, അവനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് പറയണേ. എന്ത് കാര്യങ്ങൾ? അത് നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല, അവൻ പക്ക ഫ്രോഡാന്ന് പറയാം. ദേ മനുഷ്യ, ഇപ്പൊ തന്നെ ഞാൻ പിന്നത്തേക്ക് വെക്കൂല, ഇപ്പൊ തന്നെ നിങ്ങളെ തീർത്ത് കളയും. പറഞ്ഞത് പറഞ്ഞു, മേലാല് ഇങ്ങനൊരു വാക്ക് എന്റെ ചെവിക്കേട്ടെ ഞാൻ കേട്ടു പോയേക്കല്. പറഞ്ഞു കേട്ടോ, വന്നേക്കുന്നു ഒരു പുണ്യാളം വന്നേക്കുന്നു, നാളെ രൂപക്കൂട് പണിതാൻ നിങ്ങളെ ഇരുത്തുന്നുണ്ട് ഞാൻ. നിൽക്കിട്ടുള്ള പണി ഞാൻ തരാം, ഈ ശാരി ആരാ നിങ്ങൾ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു കൊടുങ്കാറ്റ് പോലെ ശാരി അവിടത്തെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ് മുറിയുന്ന. ഈ സമയത്ത് രാഹുൽ ഓർത്തു, ഇവിടെ എന്തൊക്കെയോ അറിഞ്ഞ മട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇത്രയ്ക്ക് ദേഷ്യത്തോടെ പെരുമാറേണ്ട ആവശ്യമില്ല. പണ്ടത്തെ ശാരിയല്ല, ഇവൾക്ക് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരു പക്ഷെ ഇനിയിപ്പം ആരെങ്കിലും ആ കിരണോ കല്യാണിയോ ആരെങ്കിലും പറഞ്ഞു കാണോ താരയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നട്ടം തിരിയുവാണ് രാഹുല്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.